നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന മഹാരാഷ്ട്രയിൽ ബി.ജെ.പിയുടെയും അവർ ഉൾപ്പെടുന്ന സഖ്യമായ മഹായുതിയുടെയും പ്രതീക്ഷകൾക്ക് മേൽ കരിനിഴൽ വീഴ്ത്തിക്കൊണ്ട് ലോക്പോൾ സർവേ ഫലം പുറത്തു വന്നിരിക്കുകയാണ്. സംസ്ഥാനത്ത് ബി.ജെ.പിക്ക് അടിതെറ്റുമെന്നും പ്രതിപക്ഷ സഖ്യമായ എം.വി.എ അഥവാ മഹാവികാസ് അഘാഡി വലിയ മുന്നേറ്റം തന്നെ കാഴ്ചവെക്കുമെന്നുമാണ് ലോക്പോൾ മെഗാ സർവേയിൽ പ്രവചിക്കുന്നത്. വ്യക്തമായ ഭൂരിപക്ഷത്തോടെ എം.വി.എ അധികാരത്തിൽ എത്തുമെന്നാണ് സർവേയിൽ പറയുന്നത്. മഹായുതി സഖ്യത്തിന് വിചാരിച്ച അത്രയും മികച്ച രീതിയിൽ തിരഞ്ഞെടുപ്പിൽ ശോഭിക്കാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കുന്ന കണക്കുകളാണ് മെഗാ സർവേ പറയുന്നത്. സംസ്ഥാനത്ത് കേവല ഭൂരിപക്ഷം കടക്കുന്ന രീതിയിലുള്ള പ്രകടനം എം.വി.എ നടത്തുമെന്നാണ് ലോക്പോളിൽ വ്യക്തമാക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ പ്രവചിക്കുന്നത്. നിലവിലെ ഭരണകക്ഷി കൂടിയായ മഹായുതി ആകെ 115 മുതൽ 128 സീറ്റുകൾ വരെ നേടാനാണ് സാധ്യത എന്നാണ് സർവേ പറയുന്നത്. എന്നാൽ പ്രതിപക്ഷ സഖ്യമായ എം.വി.എ വമ്പൻ മുന്നേറ്റം തന്നെ നടത്തുമെന്ന് സീറ്റ് നില സൂചിപ്പിക്കുന്നുമുണ്ട്. 151 മുതൽ 162 സീറ്റുകൾ വരെയാണ് മഹാവികാസ് അഘാഡിക്ക് ലോക്പോൾ പ്രവചിക്കുന്നത്. മറ്റുള്ളവർക്ക് കേവലം 5 മുതൽ 14 സീറ്റുകൾ വരെയാണ് പ്രവചിക്കുന്നത്. കഴിഞ്ഞ ഒരു മാസത്തോളം നീണ്ടുനിന്ന സുദീർഘമായ പ്രക്രിയയിലൂടെയാണ് സർവേ നടത്തിയതെന്നാണ് ലോക്പോൾ വ്യക്തമാക്കുന്നത്. ഇതിനായി ആകെയുള്ള 288 മണ്ഡലങ്ങളിൽ ഓരോന്നിൽ നിന്നും 300 സാമ്പിളുകൾ വീതം ശേഖരിച്ചുവെന്നാണ് അവർ വ്യക്തമാക്കിയിട്ടുള്ളത്. സീറ്റ് നിലയിൽ മാത്രമല്ല, മഹാരാഷ്ട്രയിൽ വോട്ട് വിഹിതത്തിലും മഹായുതി സഖ്യത്തിലെ എം.വി.എ വലിയ വ്യത്യാസത്തിൽ മറികടക്കുമെന്നാണ് സർവേ ഫലം സൂചിപ്പിക്കുന്നത്. എം.വി.എ 43 മുതൽ 46% വരെ വോട്ട് നേടുമെന്നാണ് സർവേയിൽ വ്യക്തമാക്കുന്നതെങ്കിൽ മഹായുതിക്ക് ലഭിക്കുക 37 മുതൽ 40% വരെ വോട്ടാണ്. മറ്റുള്ളവർക്ക് ഇത് 16 മുതൽ 19% വരെ ആയിരിക്കും. അതേസമയം നവംബർ 20-ന് ഒറ്റഘട്ടമായാണ് സംസ്ഥാനത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഫലം വരുന്നതാകട്ടെ നവംബർ 23-നുമായിരിക്കും. ആകെ 288 സീറ്റുകളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കുക. 145 സീറ്റുകൾ നേടുന്നവർക്ക് സംസ്ഥാനത്ത് ഭരിക്കാൻ കഴിയുന്നതാണ്. നിലവിൽ ബി.ജെ.പി, ശിവസേന, ഷിൻഡെ വിഭാഗം, എൻ.സി.പി, അജിത് പവാർ വിഭാഗം എന്നിവർ ഒരുമിച്ചുള്ള മഹായുതി സഖ്യമാണ് സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. മറുവശത്ത് മഹാവികാസ് അഘാഡി എന്ന പ്രതിപക്ഷ സഖ്യത്തിൽ കോൺഗ്രസ്, ശിവസേന, യു.ബി.ടി, എൻ.സി.പി, ശരത് പവാർ എന്നിങ്ങനെയുള്ള കക്ഷികളാണ് ഉൾപ്പെടുന്നത്. ഇരുകൂട്ടരും കാര്യമായ പ്രചാരണം തന്നെയാണ് സംസ്ഥാനത്ത് നടത്തിവരുന്നത്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ സഖ്യം മഹാരാഷ്ട്രയിൽ വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കിയത്. ഇത് ആവർത്തിച്ചുകൊണ്ട് ഇക്കുറി നിയമസഭയിൽ മികച്ച വിജയം നേടാൻ കഴിയുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അമിത്ഷാ എന്നിവർ ഉൾപ്പെടെ താരപ്രചാരകരെ ഇറക്കിയാണ് ബി.ജെ.പി പ്രചാരണം നയിക്കുന്നത്. ലോക്സഭയിലേതിന് സമാനമായ തിരിച്ചടി ഉണ്ടായാൽ അത് ബി.ജെ.പിക്ക് വലിയ രീതിയിൽ തന്നെ ദോഷം ചെയ്യുമെന്നത് ഉറപ്പാണ്. അതേസമയം മഹാരാഷ്ട്രയിൽ അധികാരം പിടിക്കാമെന്ന പ്രതീക്ഷയുമായി മഹാവികാസ് അഘാഡി സഖ്യം മുന്നോട്ടു പോകുമ്പോൾ സഖ്യത്തിന്റെ പിന്തുണയിൽ മത്സരിക്കുന്ന CPM-ഉം വലിയ സ്വപ്നങ്ങൾ കാണുകയാണ് ഇപ്പോൾ. സിറ്റിംഗ് സീറ്റായ ദഹാനുവിനു പുറമെ കൽവാൻ, സോലാപൂർ സിറ്റി സെൻട്രൽ തുടങ്ങിയ മണ്ഡലങ്ങളിലാണ് CPM സ്ഥാനാർത്ഥികളുടെ മത്സരം. 5-ലേറെ സീറ്റുകൾ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും നിരവധി വിലപേശലുകൾക്ക് ഒടുവിലാണ് എം.വി.എ 3 സീറ്റുകൾ ഇടതു പാർട്ടിക്ക് അനുവദിച്ചത്. ഒരു കാലത്ത് മഹാരാഷ്ട്രയുടെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് മുംബൈയിലടക്കം കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വാധീനമുണ്ടായിരുന്നുവെങ്കിലും നിലവിൽ അത് പാൽഘർ ജില്ലയിലെ ദഹാനു അടക്കമുള്ള ഏതാനും മണ്ഡലങ്ങളിലേക്ക് ഒതുങ്ങിയിരിക്കുകയാണ്. 3 സീറ്റുകളിൽ മത്സരിക്കുന്നുണ്ടെങ്കിലും സിറ്റിംഗ് സീറ്റ് നിലനിർത്താനാണ് പാർട്ടി ഏറ്റവും അധികം ശ്രദ്ധ ചെലുത്തുന്നത്. ദേശീയ നേതാക്കൾ ഉൾപ്പെടെ ഇവിടെ പ്രചരണത്തിൽ സജീവമാണ്. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് വിജയിച്ച മണ്ഡലമായ സോലാപൂർ സിറ്റി സെൻട്രലിൽ CPM ഇത്തവണ സൗഹൃദ മത്സരത്തിനാണ് ഒരുങ്ങിയിരിക്കുന്നത്. നേരത്തെ സോലാപൂർ സിറ്റി സൗത്ത് മണ്ഡലമായിരിക്കെ 1995-ലും 2004-ലും വിജയിക്കാൻ CPM-ന് സാധിച്ചിരുന്നു. സിറ്റിംഗ് സീറ്റ് CPM-ന് വിട്ടുകൊടുക്കാൻ തയ്യാറാകാതിരുന്ന കോൺഗ്രസ് ഇവിടെ ചേതൻ നരോത്തയെ സ്ഥാനാർത്ഥിയായി നിർത്തിയിട്ടുണ്ട്. CPM-ന് വേണ്ടി ആദം നരസയ നാരായണനാണ് മത്സരിക്കുന്നത്.